അയ്യ വണക്കം. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. വേറെ ഒന്നുമല്ല, തൊണ്ടയുടെ ഫിലമെന്റ് പോയിരിക്കുകയാണ്. സകൃതകൃതാവായ നാട്ടുകാരെ, ഹേമ കമ്മിറ്റി അങ്ങനെ നുരഞ്ഞു പൊന്തിയ ആ സാഹചര്യത്തിൽ ഇടയിൽ ഒരു അൻവർ കയറി വന്നു. ആ അൻവർ ആയുധം വെച്ച് പിണറായിയുടെ മുമ്പിൽ കീഴടങ്ങിയതോടുകൂടി ഒരു കാര്യം എനിക്ക് അൻവറിനോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്ത് കൈവശമാണ് മനുഷ്യ പിണറായി വിജയന് കലക്കി കൊടുത്തിരിക്കുന്നത്? കാരണം നിങ്ങളുടെ കഷ്ടത്തിൻ്റെ ഇടയിലാണല്ലോ പിണറായി വിജയൻ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതൊക്കെ ഇനി പുറത്ത് വരേണ്ട സംഭവങ്ങളാണ്. എന്തായാലും അതൊന്ന് കെട്ടടങ്ങിയ ആ സ്പോട്ടിൽ തന്നെ ഹേമ കമ്മിറ്റിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഹേമ കമ്മിറ്റിയിൽ നമ്മുടെ മാധ്യമങ്ങൾ തിരിച്ചു വന്ന ശേഷം ആദ്യമേ അവതരിപ്പിക്കുന്ന പീഡന നാടകം നിവിൻ പോളി ഒരു പീഡന വീരൻ എന്ന് പറഞ്ഞ നാടകമാണ് ഇന്നലെ മുതൽ ഹേമ കമ്മിറ്റിയിൽ നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ ഹേമ കമ്മിറ്റിയെ കുറിച്ച് പറയുന്ന വേളയിൽ നിവിൻ പോളി ഉടനെ തന്നെ ഓടി വന്ന് വാർത്താ സമ്മേളനം നടത്തി. ഇതാവണമട്ട ആൺകുട്ടി എന്നാണ് പല ആൾക്കാർ നിവിൻ പോളിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പീഡനാരോപണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിജയ് ബാബുവിനെ കൂടി ഓടി ജോർജിയയിലോ അങ്ങ് യുഎയിലോ പോയി പൊത്തിൻ്റെ അകത്ത് സദാ ഹുസൈനെ പോലെ അടച്ചിരിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ നന്മമരമായിട്ടുള്ള ജയേട്ടൻ ന്യൂയോർക്കിൽ ഇരുന്നുകൊണ്ട് പാവം ചെയ്യാത്ത ഒരു കല്ലെറിയണ പട്ടികളെ എന്ന് പറയുന്ന രീതിയല്ല വേണ്ടത് എന്നാണ് പല ആൾക്കാർ നിവിൻ പോളിയെ കണ്ട് പഠിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ പാഠമാണ് നിവിൻ പോളി നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കഥ തുടരാം. നിവിൻ പോളിയെ ആരാണ് ഈ വ്യാജ പീഡന പരാതിയിൽ കുടുക്കിയത്? ഇത് വ്യാജ പീഡന പരാതിയാണെന്ന് നിനക്ക് പറയാൻ എന്താ അർഹത വേട്ടാവളിയെ എന്ന് പല ആൾക്കാരും ചോദിക്കുമെന്നറിയാം. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. 6 മാസം മുമ്പാണ് ഈ പീഡന പരാതി യുവതി കൊടുത്തത്. അന്ന് 6 മാസം മുമ്പ് ഈ പീഡന പരാതി യുവതി കൊടുത്തപ്പോൾ അതിൽ യുവതി നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് മർദ്ദിക്കാനായി ശ്രമിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ആ പീഡന പരാതിയിൽ നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? പോരാത്തതിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി, 4-ാം പ്രതി, 5-ാം പ്രതി ഇവരുടെ വിശദ വിവരങ്ങളില്ല. പക്ഷെ നിവിൻ പോളിയുടെ വിശദ വിവരങ്ങൾ മാത്രം വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതും ഈ പീഡന പരാതി ഒരു ഫോർജ്ഡ് പരാതിയാണ് എന്നതിൻ്റെ സംശയങ്ങൾ കൂട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിവിൻ പോളി ആരാണ് ബലിയാടാക്കിയത്? ഇതിന് പിന്നിൽ മട്ടാഞ്ചേരി മാഫിയാണോ എന്നുള്ള വലിയ സംശയങ്ങൾ ഉയരുകയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹാനടനായിട്ടുള്ള മോഹൻലാൽ ഒരു വെടി പൊട്ടിച്ചിരുന്നു. നിങ്ങൾ ഈ പീഡനവും മറ്റതുമൊക്കെ നടത്തുന്നതല്ല, അതിനെപ്പറ്റി പറയുന്നത് ഓക്കെ. പക്ഷേ ഇതിനകത്ത് അതിനെക്കാട്ടിലും ഗുരുതരമായിട്ടുള്ള സംഭവം ആരോപിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? മയക്കുമരുന്ന്, സെറ്റിലെ മയക്കുമരുന്ന് ഉപയോഗം. ഇത് ഞാനടക്കം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ബ്രോഡാഡി എന്ന് പറയുന്ന തൊഴിലിടത്തിൽ, അതായത് പൃഥ്വിരാജ് സംവിധാനം ആയിരിക്കുന്ന ബ്രോഡാഡി എന്ന് പറഞ്ഞ തൊഴിലിടത്തിൽ മയക്കുമരുന്ന് നൽകി ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പൃഥ്വിരാജിന്റെ അസോസിയേറ്റ് ഡയറക്ടറിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലവം പൊങ്ങുന്നത് എമ്പുരാന്റെ സെറ്റിലാണ്. ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ട് മാധ്യമങ്ങൾ അയ്യോ പിഞ്ച് പാവമല്ലേ എന്ന് പറഞ്ഞ് ആ വാർത്ത വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ വിട്ടു. നിങ്ങൾക്ക് വേണ്ടത് ദിലീപിനെതിരെ വല്ലതും വേണം, അല്ലെങ്കിൽ വേറെ ആർക്കെതിരെയെങ്കിലും, ഇപ്പൊ സിദ്ദിഖിനെതിരെ വല്ലതും വേണം, അല്ലെങ്കിൽ വേറെ ആർക്കെതിരെയെങ്കിലും നിങ്ങൾ ഈ പവർ ഗ്രൂപ്പ് എന്ന് മാധ്യമങ്ങൾ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്യും, ഒരു പോസ്റ്റ് സെറ്റ് ചെയ്യും. ആ പോസ്റ്റിനകത്തോട്ട് മാധ്യമങ്ങൾ തന്നെ ഗോൾ അടിച്ച് കയറ്റും. അതുകൊണ്ടാണ് നിഷ പുരുഷുവിനെയൊക്കെ സുരേഷ് ഗോപി ഓട്ടിച്ച് വിടുന്നത്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ശബ്ദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ സുരേഷ് ഗോപി എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ഒരിക്കലുമില്ല, അയ്യയ്യയ്യേ പങ്കം തന്നെ എന്നാണ് സുരേഷ് ഗോപി മനോരമയുടെ കോൺക്ലേവിൽ നിഷ പുരുഷുവിനെ ആടിച്ചൊതുക്കി ചാക്കി കെട്ടി പറഞ്ഞത്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മാധ്യമ പ്രവർത്തനം ഇപ്പോൾ മഞ്ഞ മാധ്യമമായിട്ട് വരികയാണ്. പണ്ടൊക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെയാണ് മഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം തുറക്കാൻ വയ്യ, അമ്മാതിരി മഞ്ഞയാണ് അവന്മാരെ അടിച്ചു വിടുന്നത്. കഴിഞ്ഞ ദിവസം ഇത് ഏറ്റവും കൂടുതൽ ഈ വൃത്തികെട്ട കൾച്ചർ കൊണ്ടുവന്നത് ആ വേട്ടാവളയെ നികേഷ് കുമാറിന്റെ ചാനൽ റിപ്പോർട്ടർ TV ആണ്. അതിനകത്ത് ഇപ്പോൾ വേറൊരു വേട്ടാവളയും കയറിയിരിപ്പുണ്ട്. തലയിൽ മുടിയില്ല, വേണമെങ്കിൽ തുപ്പി കാണിച്ചു തരാം എന്ന് ഞാൻ പറയും. അങ്ങനെ ആ വേട്ടാവളയെ അതിനകത്ത് കയറിയിരുന്നു കൊണ്ട് അയ്യോ കരയുന്നു, പിഴിയുന്നു, മൂക്ക് ചീറ്റുന്നു, ഇനി ക്യാമറ കൂടെ കളിക്കാവുള്ളൂ എന്ന് മാത്രമാണ് ആ ചാനൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ വേട്ടാവളിയെ അതിനകത്ത് വേണമെങ്കിൽ കിടന്ന് ആദ്യം കളിച്ച് കളയും. കാരണം TRPയും ബാർക്ക് റേറ്റിംഗും ഒക്കെ ആണല്ലോ ആ വേട്ടാവളിയന് വലുത്. വേറല്ല, തലയിൽ മുടിയില്ലാത്ത ആ വേട്ടാവളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ സംഭവം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ റിപ്പോർട്ടർ TV കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിരുന്നു. ദിലീപിൻ്റെ ഡ്രൈവറോ കീവറോ അപ്പുണ്ണി എന്ന് പറയുന്ന ഒരുത്തൻ, അവനാണെങ്കിൽ ദിലീപിൻ്റെ പണ്ടങ്ങാണ്ടുള്ളൊരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് കണ്ടാടോ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ട്രോളാനായിട്ടൊരു ഫോട്ടോ ഇട്ടതാണ്. അതുവരെ എടുത്ത് വാർത്തയാക്കിയിരിക്കുന്നു. എവിടെ നിന്ന് വരുന്നടോ നീയൊക്കെ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. പക്ഷെ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കാൻ പാടില്ല എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്ക് ടു നിവിൻ പോളി. നിവിൻ പോളിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നിവിൻ പോളിക്കെതിരെ പീഡന ആരോപണം വരുന്നത് എപ്പോഴാണ്? ഇതിൽ 2 നെറേറ്റീവ് ഉണ്ട്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു തരാം. വലിയ രീതിയിൽ മോഹൻലാൽ വെടിപൊട്ടിച്ചു. ഏതാണ്? ഹേമ കമ്മിറ്റി പറയുന്ന മയക്കുമരുന്നില്ലേ, അത് നിങ്ങൾ അന്വേഷിക്കാത്ത എന്താണ്? അത് നിങ്ങൾ അന്വേഷിക്കണം. ഞങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് അന്യരായത്? ഇങ്ങനെ കറക്റ്റ്. ഞങ്ങൾ എപ്പോഴാണ് മക്കളെ നിങ്ങൾക്ക് അന്യരായത്? അത്
എനിക്കിങ്ങനെ ഉത്തരം പറയാനൊന്നും അറിയില്ല, ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായില്ല. ഇതിൽ പറയുന്ന വേറെ വലിയൊരു കാര്യമുണ്ട്, അത് മയക്കുമരുന്ന് മാഫിയയാണ്, അത് നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ മാധ്യമങ്ങൾ ചത്താലും ഞങ്ങളത് ഈ തൊടൂലടാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം യവന്മാർക്കും കിട്ടുന്നുണ്ടോ എന്ന് തോന്നി, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കുറേ എണ്ണം മൈക്ക് പിടിച്ച് ഈ അമ്മായുടെ ഫംഗ്ഷൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടുന്നുണ്ടല്ലോ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ ആ മയക്കുമരുന്നിൻ്റെ വിഷയം വന്നതിന് ശേഷം മട്ടാഞ്ചേരി മാഫിയയിലേക്ക് ഒരു പാലം അങ്ങോട്ട് വീണു. ആരാണ് ആ പാലം ഇട്ടത്? അത് ഗായിക സുചിത്രയാണ് ആ പാലം ഇട്ടത്. ഗായിക സുചിത്ര അവരുടെ വിക്കിലീക്സ് എന്ന് പറയുന്ന അതിലൂടെയാണ് അവർ പ്രശസ്തരായത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ മട്ടാഞ്ചേരി മാഫിയയിലെ തലവൻ എന്ന് നമ്മൾ പറയും, ആഷിഖ് അബു എന്ന് അവൻ പറയും, നമ്മൾ ഹാഷിഷ് അബു എന്ന് പറയും. അവൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരാണ് OPM പ്രൊഡക്ഷൻസ്. OPO എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള മയക്കുമരുന്ന്. ഉണ്ണി മുകുന്ദൻ്റെ പ്രൊഡക്ഷന് UMFI അതിനെ കൂട്ടിച്ചേർത്ത ഒരു പേര് വായിക്കണുണ്ട് നീയൊക്കെ. എന്നിട്ട് അപ്പുറത്ത് നോക്കുമ്പോൾ നോക്കടാ OPM പ്രൊഡക്ഷൻസ്. ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ ഉതകുന്ന OPM എന്ന് പറയുന്ന ആ ഒരു കഞ്ചാവിൻ്റെ പേര് ഇട്ടുകൊണ്ട് OPM പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനിയുമായി ഹാഷിഷ് അബു അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ലൂസിഫറിൽ ഇന്ദ്രജിത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് മറ്റേ TV ഇരുന്ന് കുത്തിയിട്ട് കണകുണ പറയുമല്ലോ, അതുപോലെ ഇവൻ വന്നിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കും വലിയ മാന്യം ചമഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് റീമ കല്ലിങ്കൽ അടക്കമുള്ളവർ വീട്ടിൽ ലഹരി പാർട്ടി നടത്താറുണ്ട് എന്ന് സുചിത്ര ആരോപണവുമായി രംഗത്തെത്തിയത്. പക്ഷേ മാധ്യമങ്ങൾ ഇത് കണ്ടില്ലെന്നടിച്ചു. മാധ്യമങ്ങൾ ഈ വാർത്ത അങ്ങ് മുക്കിക്കളഞ്ഞു. മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കിയെങ്കിലും സമൂഹ മാധ്യമങ്ങൾ ഇത് വലിയ വിഷയമായി. കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ പൊതുവേദിയിൽ ഇതിനെപ്പറ്റി തുറന്നടിച്ചു. തൊഴിലിടത്തിൽ ചൂഷണം നേരിടുന്നവർക്ക് ആ ചൂഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള സാഹചര്യമുണ്ട്, നിയമ നടപടിക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ മയക്കുമരുന്ന് അങ്ങനെയല്ല. ഇപ്പോൾ മയക്കുമരുന്നിന് അഡിക്റ്റ് ആക്കിയിട്ടാണ് ഒരാളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നതെങ്കിൽ അയാൾ ആ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിപ്പോയി. അയാളുടെ ബുദ്ധിക്കെല്ലാം ബുദ്ധിഭ്രംശം സംഭവിച്ചിരിക്കുന്നു അയാൾക്ക്. അതുകൊണ്ട് തന്നെ അയാൾ ഈ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ മയക്കുമരുന്ന് വേണമെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അയാൾ ഈ മയക്കുമരുന്ന് ഉള്ള ആളുടെ അടുത്തേക്ക് ചെല്ലും. അയാൾക്ക് വീണ്ടും ഈസി ആയിട്ട് ഇയാളെ ചൂഷണം നടത്തി അവസാനം ഇവന് വട്ടാണെന്ന് പറഞ്ഞ് റോഡിൽ വല്ലതും കൊണ്ട് തള്ളാനായിട്ട് പറ്റും. ഇത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് സുചിത്ര ആ ഒരു ആരോപണം കൊണ്ടുവന്നു. ആ ആരോപണത്തിൽ ഹാഷിഷ് അബുവിൻ്റെ പെണ്ടാട്ടിയായിട്ടുള്ള റീമ കല്ലിങ്കലും വലിയ രീതിയിൽ പ്രതിരോധത്തിലായി. എന്നിട്ട് റീമ കല്ലിങ്കൽ ബൈറ്റൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്, അത് ഞാൻ വഴിയെ കേൾപ്പിക്കാം. അങ്ങനെ ആരോപണമായിട്ട് രംഗത്തെത്തിയപ്പോൾ സകല മാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തു. ആ വാർത്ത കൊടുത്തിട്ട് ഞാൻ ആ വാർത്ത എടുത്ത് കാണാനായിട്ടൊന്ന് കുത്തിയപ്പം വാർത്ത കാണാനില്ല. എറർ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് മുക്കിക്കളഞ്ഞവന്മാർ മാതൃഭൂമി, മനോരമ എന്നിങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം ആ വാർത്ത പടക്കെന്ന് പറഞ്ഞ് അങ്ങ് മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ വാർത്ത മുക്കിയ സാഹചര്യത്തിൽ ഇത് ഏറിൽ പരക്കുന്ന സാഹചര്യത്തിൽ ഒരു അൻവർ കയറി വന്നു. അൻവർ ഇറങ്ങിപ്പോയ ആ സാഹചര്യത്തിൽ, അതായത് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അൻവർ ഇറങ്ങിപ്പോയ ആ സാഹചര്യത്തിൽ ഇതാ വരുന്നു നിവിൻ പോളിക്കെതിരെ പടക്കനെ ഒരു ആരോപണം. ഇതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, മട്ടാഞ്ചേരി മാഫിയയുടെ മയക്കുമരുന്ന് ലോബിയിലേക്ക് ഈ അന്വേഷണം നീണ്ടുപോയാലോ എന്ന ഭയത്തിൽ നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുക. വ്യാജ ആരോപണം ഉന്നയിച്ച് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണം നടത്തും. ഒരു കാര്യം ഇത് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യാജ ആരോപണമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും കാണുന്ന കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ആരോപണം ആ യുവതി ഉന്നയിച്ചിരിക്കുന്നത്. പോരാത്തതിന് 6 മാസം മുമ്പ് യുവതി കൊടുത്ത പരാതിയിൽ നിവിൻ പോളി മർദ്ദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ വന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് പോലും ഇത് മനസ്സിലാവും ഇത് വ്യാജ ആരോപണമാണെന്ന്. അപ്പോൾ നിവിൻ പോളി പരിശുദ്ധനായിട്ട് വാഴ്ത്തപ്പെടും. അങ്ങനെ വാഴ്ത്തപ്പെടുമ്പോൾ ഈ താഴെയുള്ള ഹേമ കമ്മിറ്റിയിലുള്ള സകല പീഡനങ്ങളും ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടാവും ഒരു വ്യാജ ആരോപണം തെളിയിച്ചല്ലോ, അപ്പം പിന്നെ മുകേഷിനെതിരെയുള്ളതൊക്കെ വ്യാജ ആരോപണം ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി ഒന്ന് ഡീന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഈ വിഷയത്തിന് ഒരു അയവ് വരുത്താനായിട്ട് സാധിക്കും. ആ അയവ് വരുന്ന ആ ഗ്യാപ്പിൽ കൂടെ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു തന്ത്രമാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നാണ് പല ആൾക്കാരുടെയും ഒരു നെറേറ്റീവ്. എൻ്റെയും ഒരു നെറേറ്റീവ് അത് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു വ്യാജ ആരോപണം ഉണ്ടാക്കി നിവിൻ പോളിയെ അതിനകത്ത് പെടുത്തി വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ച് ഇതുവഴി ഓടി രക്ഷപ്പെടാനാണ് അവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, അതായത് ഈ സ്വർണ്ണക്കടത്തൊക്കെ നടത്തൂലേ, ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആൾക്കാർ 10 ഗ്രാം സ്വർണം ഒരുത്തൻ്റെ അടിച്ചു കയറ്റി പറഞ്ഞു വിടും. എവിടെയാണോ ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ അടിച്ചു കയറ്റി പറഞ്ഞു വിട്ടിട്ട് അവൻ 10 ഗ്രാം സ്വർണ്ണമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കസ്റ്റംസിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിലാണെങ്കിൽ കസ്റ്റംസ് എല്ലാം കൂടെ ഈ 10 ഗ്രാം സ്വർണ്ണം കൊണ്ടുവരുന്ന അവൻ്റെ പുറകെ ഓടി നടക്കും. അവനെ പിടിക്കുന്നു, കൊണ്ടുപോയി എക്സ്റേ എടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു. ആ ഗ്യാപ്പിൽ കൂടെ ഇപ്പുറത്ത് 10 കിലോ സ്വർണ്ണം ഇവന്മാർ കടത്തിക്കൊണ്ടുപോകും. അതാണ് ഇവന്മാർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ 10 ഗ്രാം സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങി പോകാനുള്ള വകുപ്പേ ഉള്ളൂ. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇവന്മാർക്ക് അറിയാം. പക്ഷേ 10 കിലോ കൊണ്ടുവന്ന് അങ്ങനെയല്ല, അതുവഴി ഇവന്മാർ ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ സമാനമായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ മാഫിയ സംഘം ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ റീമ കല്ലിങ്കൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ
മോഹൻലാലിനെതിരെ നമ്മുടെ റീമ കല്ലിങ്കൽ ഒരു ബൈറ്റ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബൈറ്റ് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം. അയ്യോ വഴിഞ്ഞൊഴുകുകയാണ്. WCCയിലെ പല അംഗങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി തകർക്കാൻ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും എല്ലാവർക്കും WCCക്ക് പ്രത്യേകിച്ച് ഇതിന്റെ നരേറ്റീവ് റൈറ്റ് ഡയറക്ഷനിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട് എന്നാണ് നമ്മുടെ റീമ കല്ലിങ്കൽ പറയുന്നത്. ഇതിൻ്റെ ക്രെഡിബിലിറ്റി ആരാണ് തകർക്കുന്നത്? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, WCC സ്ഥാപക അംഗമായിട്ടുള്ള ആ യുവതി കാലി വാരിയുന്നു. സ്ഥാപക അംഗം ആരാ? മഞ്ജു വാര്യർ. പറയാൻ ഒരു മടിയില്ല, മഞ്ജു വാര്യരാണ് WCC ഉണ്ടാക്കിയത്. മഞ്ജു വാര്യർ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവിടെ ചെന്ന് നിന്നുകൊണ്ട്, ആ ഗ്രൗണ്ടിൽ ചെന്ന് നിന്നുകൊണ്ട് ഇതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ ആ മൊഴിമുത്തുകളിൽ നിന്നാണ് WCC എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായി വരുന്നത്. ആണോ? ആണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ആ സ്ഥാപക അംഗം മൊഴി മാറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പീഡനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ഥാപക അംഗം പറയുകയാണ്, ഒരു പീഡനമില്ല, എനിക്കിവിടെ ഒരു പീഡനമില്ല, ഞാനാണെങ്കിൽ ഇവിടെ അഭിനയിക്കുന്നുണ്ട്, തമിഴിലും അഭിനയിക്കുന്നുണ്ട്, പിന്നെ ഇപ്പോൾ തെലുങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട്, അടുത്ത രജനീകാന്തിൻ്റെ പടത്തിലാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ യുവതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ WCCയുടെ സ്ഥാപക അംഗം ഇങ്ങനെ ഒരു ഡയലോഗ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ മൊഴി കൊടുത്തപ്പോൾ ഹേമ കമ്മിറ്റി എന്താ പറഞ്ഞത്? WCCയിലെ ആ സ്ഥാപക അംഗത്തിന് തന്നെ വിശ്വാസ്യത ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാണ് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്? എൻ്റെ ചോദ്യം ഇതാണ്. ആരാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? ഈ പവർ ഗ്രൂപ്പാണോ തകർക്കാൻ ശ്രമിക്കുന്നത്, അതേ നിങ്ങൾ തന്നെ തമ്മി തല്ലി ചാവുകയാണോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി റീമ കല്ലിങ്കലിന്റെ അടുത്ത ആരോപണം. സിന്ധു, അപ്പൊ ഇങ്ങനെ ഒരു അലഗേഷൻ എന്റെ മേത്ത് വരുന്നുണ്ട്. അത് എല്ലാ മീഡിയയും ഒരു സെൻസിറ്റീവ് അല്ലാത്ത ജേർണലിസം എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരും ക്യാരി ചെയ്യുന്നു. എനിക്കെതിരെ വരുന്ന ആരോപണം എല്ലാ മീഡിയയും ക്യാരി ചെയ്യുന്നു. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കൊമ്പുണ്ടോ നിങ്ങൾക്ക് വരുന്ന ആരോപണം ക്യാരി ചെയ്യാതിരിക്കാൻ? ഇവിടെ വരുന്ന ആരോപണങ്ങളെല്ലാം സെൻസിറ്റീവായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ്. അതിലുള്ള ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാതെ തന്നെയാണ് മീഡിയ എടുത്ത് കൊടുക്കുന്നത്. സിദ്ദിഖിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാതെ തന്നെയാണ് മീഡിയ എടുത്ത് കൊടുക്കുന്നത്. കാരണം ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണങ്ങൾ മാത്രമേ മീഡിയയുടെ മുമ്പിലുള്ളൂ. ഇവിടെ പുരുഷന്മാർക്കെതിരെ വന്ന ആരോപണങ്ങളെല്ലാം മീഡിയ അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണ് മീഡിയ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മീഡിയ ആരോപണം കൊടുക്കുമ്പോൾ എനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ മീഡിയ ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ നടനായിട്ടുള്ള രഞ്ജിത്ത് ന്യൂഡ് ഫോട്ടോ എടുത്തിട്ട് രേവതിക്ക് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ രേവതി അത് നിഷേധിച്ചു. കഴിഞ്ഞല്ലോ, കാര്യം കഴിഞ്ഞു. രഞ്ജിത്തു അപ്പോൾ രേവതിയോട് ചോദിച്ചു കാണും, ഇതല്ലേ ഞാനും പറഞ്ഞത്, ഞാനും നിഷേധിക്കുന്നു. ഉടനെ രേവതി തിരിച്ചു പറഞ്ഞു കാണും, അയ്യോ നിന്റെ നിഷേധം അല്ലടാ എൻ്റെ നിഷേധം, എൻ്റെ നിഷേധത്തിന് ഒരു പ്രത്യേക പവറുണ്ട് എന്ന് പറഞ്ഞു കാണും. അതായത് ഉങ്ങൾക്ക് വന്ന രക്തം എങ്ങൾക്ക് വന്ന തക്കാളി ചട്നി, ആ ഒരു സംഭവം. ഇനി മലയാളത്തിൽ പറയാം, തമിഴിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ, അതായത് നിങ്ങളിട്ട ബർമുട നമ്മളിട്ട വള്ളിക്കളസോ, അത് ഇവിടുത്തെ ഏർപ്പാടാണ് എന്നുള്ളൊരു ചോദ്യമാണ് പറയാനുള്ളത്. അതായത് ഇവിടെ വരുന്ന ആരോപണങ്ങൾ ഒരു സെൻസിറ്റിവിറ്റിയും ഇല്ലാതെ ഒരു മറ്റതും ഇല്ലാതെ ക്യാരി ചെയ്യുന്നു മലയാള മാധ്യമങ്ങൾ. അപ്പം നിങ്ങൾക്കെതിരെ വരുമ്പോൾ അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ളവർക്കെതിരെ വരുമ്പം നിങ്ങളുടെ കെട്ടിയോ ഇവിടെ വന്നിരുന്നുകൊണ്ട് കണ്ണാടിയൊക്കെ വെച്ച് ലൂസിഫറിൽ വരുന്ന മറ്റേ ഇന്ദ്രജിത്തിനെ പോലെ ബൈറ്റൊക്കെ കൊടുക്കാനായിട്ട് ഇരിക്കും, ഞാൻ തകർക്കും പൊളിക്കും എന്ന് പറയും. പൊള്ളുന്നുണ്ടല്ലേ, പൊള്ളട്ടെ കുറച്ച്. എന്നുണ്ടെങ്കിൽ എന്റെ നെയിം ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം അവർ അന്വേഷിക്കട്ടെ. അതുണ്ടെങ്കിൽ ഉണ്ട് എന്ന് അവര് പ്രൂഫ് തരട്ടെ, ഇല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യട്ടെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു അവസരത്തില് ഞങ്ങളുടെ മൂവ്മെന്റിന്റെ ക്രെഡിബിലിറ്റി എനിക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ട്. നിങ്ങളുടെ മൂവ്മെന്റിന്റെ ക്രെഡിബിലിറ്റി ഒക്കെ തകർന്നിട്ട് കുറെ നാളായി. അത് ഹേമ കമ്മിറ്റി തന്നെ തകർന്നൊരു കാര്യമാണ്. ഇനി സുചിത്രയുടെ ആരോപണത്തെ കുറിച്ച് നമ്മുടെ റീമ കല്ലിങ്കൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ആദ്യം പറയുന്നത് പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലിന്റെ കരിയർ തകർക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും എങ്ങനെയാണ് കരിയർ തകർക്കുന്നത് എന്ന് സുജി പറയുന്നു എന്നിവർ പറയുന്നുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് സുജി അങ്ങനെ പറഞ്ഞത്? അതായത് സുജി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് വളരെ ജുജുപ്സാവഹമായി അല്ലെങ്കിൽ ജിജ്ഞാസയോടുകൂടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? എന്താണ് എങ്കിൽ ഇതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ കരിയർ തകരുന്നത് എന്നുള്ളൊരു സംഭവം, മോഹൻലാലിന് ഫഹദ് ഫാസിലിൻ്റെ കരിയർ തകർക്കണം എന്നുള്ളൊരു സംഭവം, നിങ്ങൾ ആ ആരോപണം, അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. റീമ കല്ലിങ്കലിനെതിരെ സുചിത്ര ആരോപണം ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഫഹദ് ഫാസിലിന്റെ കരിയർ തകർക്കാൻ മോഹൻലാൽ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം സുചിത്ര പറഞ്ഞതിൽ നിന്ന് അടർത്തിയെടുത്ത് ഇവർക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ആ സുചിത്ര പറഞ്ഞതിൽ ഇവരെ പേരും കൂടെ കയറി വന്നുപോയി. അതുകൊണ്ട് മൊത്തം കള്ളത്തരമാണ് എന്നുള്ളൊരു രീതിയിലാണ് റീമ കല്ലിങ്കൽ പറഞ്ഞു വരുന്നത്.
അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് എന്നാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നാണ് ഞാൻ ചോദിച്ചത്. കണ്ടോ, അത് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നെ കുറിച്ചാണ്. നിങ്ങൾ പോയി അത് റിപ്പോർട്ട് ചെയ്യും. അല്ല, അത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും മട്ടാഞ്ചേരി മാഫിയയുടെ പോക്കറ്റിനകത്താണോ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ഇരിക്കുന്നത്. ചില സമയത്ത് അങ്ങനെ ഇവിടെയുള്ള ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ, മട്ടാഞ്ചേരി മാഫിയയുടെ പോക്കറ്റിനകത്താണ് നിങ്ങൾ മൊത്തം ഇരിക്കുന്നത്. കാരണം നിങ്ങൾ പറയുന്നത് പോലെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ മൊത്തം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ അത് പോയി റിപ്പോർട്ട് ചെയ്യും, ഇത് പോയി റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിലാണ് നിങ്ങളുടെ വാർത്തകളൊക്കെ അവന്മാർ മുക്കിക്കളയുന്നത് എന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ബിക്കോസ് അത് ആരും റിപ്പോർട്ട് ചെയ്തില്ല. അതിൽ 1 മിനിറ്റ് വരുന്ന എന്നെ കുറിച്ച് പറയുന്നത് മാത്രം എങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഇവരെല്ലാവരും? ഞങ്ങൾ എല്ലാവരും 1 മിനിറ്റ് പറയുന്ന എന്നെക്കുറിച്ചുള്ള, നിങ്ങളെക്കുറിച്ച് പറയുന്നത് അത്ര ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെക്കുറിച്ച് പറയുന്ന ഗുരുതരമായിട്ടുള്ള കാര്യമെന്ന് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന സംഭവമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്ര ഗുരുതരമായിട്ട് 1 മിനിറ്റേ ഉള്ളെങ്കിലും അതെടുത്ത് പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്യുന്നത്. പോരാതെ നിങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനി OPM പ്രൊഡക്ഷൻസ്, അബുക്കയുടെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടല്ലോ, OPM പ്രൊഡക്ഷൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലിയ സംഭവമാണ്. നമ്മുടെ തലമുറയെ തന്നെ നശിപ്പിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളെക്കുറിച്ച് സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചെയ്യും. നിങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, അത് കുത്തിപ്പൊക്കും. ഏത് മാധ്യമങ്ങൾ പറഞ്ഞാലും അത് നമ്മൾ വലിയ രീതിയിൽ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നിവിൻ പോളി ചെയ്തതുപോലെ, സുചിത്ര എനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു, ഞാൻ അതിൽ അന്വേഷണം നേരിടാൻ തയ്യാറാണ് എന്ന് പറയണം. ധൈര്യമുണ്ടോ? മുട്ട് വിറയ്ക്കും. ധൈര്യമില്ല, മുട്ട് വിറയ്ക്കും. വന്നോ, നോക്കിക്കോ. ഇപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വലിയ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പോലീസ് പിടിക്കും, കയ്യിലെ നഖമൊക്കെ അങ്ങോട്ട് പോലീസ് കെമിക്കലൊക്കെ അടിച്ച് നോക്കും. മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കാണും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോലീസ് പരിശോധിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് ആ ഒരു പരിശോധനയ്ക്ക് തയ്യാറാവണം. നിങ്ങൾ മുന്നിലോട്ട് വരണം, അന്വേഷണത്തിന് തയ്യാറാവണം. പരിശോധനയില്ല, അന്വേഷണത്തിന് തയ്യാറാവണം. അന്വേഷണത്തിന് ധൈര്യമായിട്ട് നടത്തിക്കോട്ടെ. നിങ്ങളുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ഞാനും, അതായത് ഒരാളും അന്വേഷണത്തിന് അതീതരല്ല എന്നുള്ളൊരു സംഭവം നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുന്നിലോട്ടെത്തി അന്വേഷിക്കട്ടെ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞ് നെഞ്ചി മരിച്ച് മുന്നിൽ നിൽക്കുകയാണ് വേണ്ടത്. അതിന് പകരം അത് ചർച്ച ചെയ്തില്ല, ഇത് ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എവിടത്തെ ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നിവിൻ പോളി പറഞ്ഞതിനകത്ത്, ഇനി നമുക്ക് നിവിൻ പോളിയിലോട്ട് വരാം. നിവിൻ പോളി പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട വലിയൊരു സംഭവമുണ്ട്. അതായത് ഇതിനു പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് നിവിൻ പോളി പറഞ്ഞത്. അത് മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല, പക്ഷെ ഞാനത് നല്ലപോലെ ശ്രദ്ധിച്ചു. ഈ ഗൂഢാലോചനയുണ്ട് എന്ന് നിവിൻ പോളി പറഞ്ഞ ആ വാക്ക് ഓരോ മാധ്യമങ്ങൾ പോലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, ഇതിന് പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കും, സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും എന്നാണ് നിവിൻ പോളി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, ഇനി എൻ്റെ ഒരു തിയറി ഞാൻ പറഞ്ഞുതരാം. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഒരു യുവ സംവിധായികയാണോ എന്ന് എനിക്ക് വലിയ രീതിയിലുള്ളൊരു സംശയമുണ്ട്. ആ യുവ സംവിധായിക നിവിൻ പോളിയിലെ തന്നെ സിനിമയിലെ, നിവിൻ പോളിയുടെ ഒരു മുൻപ് നിവിൻ പോളി അഭിനയിച്ച ഒരു പടമുണ്ട്. ആ പടത്തിലെ സംവിധായകനെതിരെ ആ യുവ സംവിധായിക വാളെടുത്തിരുന്നു. ആ സംവിധായകൻ ആ നിവിൻ പോളിയുടെ സിനിമയുടെ കഥ ആ സംവിധായികയോട് പറഞ്ഞപ്പോൾ ആ സംവിധായിക വലിയ രീതിയിൽ ആ കഥയെ കുറ്റം പറയുകയും നാടുനീളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയും അവർക്ക് സിനിമയ്ക്കകത്ത് വലിയ അധികാരമുള്ളവളാണ്, പോരാത്തതിന് മദ്യലഹരിയിൽ പിന്നീട് ആ സംവിധായക ഈ നിവിൻ പോളിയുടെ മുൻ സിനിമയിലെ സംവിധായകൻ്റെ അടുത്ത് വന്നിട്ട് ഞാനങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന് നീ വേറെ ആരോടും പറയരുത്, ഞാൻ നാണം കെട്ടുപോകും എന്ന് പറയുകയും അതിൻ്റെ വൈരാഗ്യം ഇവർക്ക് ആ സംവിധായകനോടും നിവിൻ പോളിയോടും ഉണ്ടെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ തിയറി ആയതുകൊണ്ട്, അതായത് ഇതെൻ്റെ കോൺസ്പിറസി സംശയമായതുകൊണ്ട് ആ സംവിധായകൻ്റെ പേരും ആ യുവ നായികയുടെ പേരും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. ഇത് ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അവരാരാണെന്ന് അറിയാനും സാധിക്കും. അവർ ഒരു വമ്പൻ സ്രാവാണ്. അടുത്ത തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നടനെ വെച്ചാണ് അവർ പടം എടുക്കാനും പോകുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ യുവ സംവിധായകയും സംശയനിലയിൽ കൊണ്ടുവരണം. കാരണം നിവിൻ പോളി ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. നിവിൻ പോളിയുടെ ഈ പീഡനാരോപണത്തിന് പിറകിൽ മട്ടാഞ്ചേരി മാഫിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല. മട്ടാഞ്ചേരി മാഫിയാണ്. പിന്നീട് ആ യുവ സംവിധായികയുടെ കൈയും കൂടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ മട്ടാഞ്ചേരി മാഫിയയിലേക്ക് ഒരു പാലം വീണിട്ടുണ്ടല്ലോ, ആ പാലത്തിനെ ഒന്ന് കട്ട് ചെയ്യാനാണ് അവന്മാർ ഇപ്പോൾ വാർത്ത വഴിതിരിച്ച് വിടാനായിട്ട് ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ഏരിയയിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ പലതും കിട്ടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തൊണ്ട. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.